ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി കോൺഗ്രസിന്റെ ഭവന പദ്ധതിക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടി പൂർത്തിയായി. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് ഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. വന്യമൃഗശല്യമുള്ള ഭൂമിയെന്ന് വലിയ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. എന്നാൽ ഇതെല്ലാം കൽപ്പറ്റ MLA നിഷേധിക്കുകയാണ്. നമ്മോടൊപ്പം കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും യുവജനതാദളിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ അജ്മൽ സാജിദ് ചേരുകയാണ്. അജ്മൽ സാജിദാണ് ആദ്യം തുടക്കത്തിൽ ഇത് പറഞ്ഞത് വന്യമൃഗശല്യമുള്ള ഭൂമിയാണ്. താങ്കൾ പ്രദേശവാസി കൂടിയാണ്. ഇത് MLA പറഞ്ഞ ഇവിടെ അത്തരത്തിലുള്ള ഒരു ലക്ഷണമില്ല എന്നാണ്. അത് ശരിയാണോ? ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് ഇവിടെ വന്യമൃഗശല്യത്തിന് യാതൊരു സാധ്യതയുമില്ല, അതിന് ഒരു തെളിവും കാണിച്ചെടുക്കാനില്ല എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട MLA നിരന്തരമായിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇന്നലെ 2 ഓൺലൈൻ ചാനലുകളും ഇവിടെ അത്തരത്തിൽ യാതൊരു സാഹചര്യവുമില്ല, ഈ ഭൂമി നല്ല ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഇത് നിങ്ങൾക്കറിയാം, ഇത് ആന വരുന്നതിനെതിരെ ഇവിടുത്തെ ഒരു സ്വകാര്യ തോട്ടക്കാരെടുത്ത ഫെൻസിങ് ആണ്. ഈ ഫെൻസിങ് നിങ്ങൾ ഇതാ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇത് ആന വരുന്നതിനെതിരെയുള്ള ഫെൻസിങ് ആണ്, വൈദ്യുതി വേലിയാണ്. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഭൂമിയാണ് കോൺഗ്രസ് ഇവിടെ ഏറ്റെടുത്ത് എന്ന് പറയുന്ന 3 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ഈ ഭൂമിയാണ്. ഈ ലൊക്കേഷനിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട MLA നിരന്തരം കള്ളം പറയുമ്പോൾ MLA ഈ ലൊക്കേഷനിൽ വെച്ച് സിദ്ദീഖ് എന്ന ഒരു ഒരാളെ പശുവിനെ മേയ്ക്കാൻ പോയ ഒരു കർഷകനെ കാട്ടാൻ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് MLA അടക്കം ഈ സ്ഥലത്തെത്തിയതാണ്. MLA അന്ന് സംഭവം നടന്ന ദിവസം MLA അടക്കം ഈ സ്ഥലത്തെത്തി. എന്നിട്ട് MLA അദ്ദേഹത്തെ കോഴിക്കോട് ആശുപത്രിയിലേക്ക്, സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ MLA അതിൽ ഇടപെട്ടിട്ടുണ്ട്. MLA ഇക്കാര്യം നിയമസഭയിൽ പറയുന്ന രേഖ, നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന വീഡിയോ വരെ തെളിവായിട്ടുണ്ട്. അപ്പോൾ MLAക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇത് 100 കണക്കിന് ഏക്കർ, ഇതിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത് ഇപ്പോൾ കുന്നമ്പറ്റ എന്ന് പറയുന്ന ജനവാസ മേഖല എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ താമസിക്കുന്നത് കുറച്ചും കൂടി അപ്പുറത്താണ്. ഇത് ജനവാസ മേഖലയല്ല, കാരണം ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളില്ല. ഇതെന്ന് പറയുന്നത് കൂട്ടമുണ്ട എന്ന് പറയുന്ന 300 ഏക്കറിലധികം വരുന്ന പ്ലാന്റേഷൻ ഉണ്ട്. അത് പൂർണ്ണമായിട്ടും കാട് മൂടിക്കിടക്കുക, വർഷങ്ങളായിട്ട് കാട് മൂടിക്കിടക്കുക. ഈ കാട് വെട്ടിത്തെളിക്കാത്തത് കാരണം വന്യമൃഗങ്ങളുടെ ഒരു നിത്യസങ്കേതമായിട്ട്, അത് ആനകൾ ഒരു 10-30ഓളം ലധികം ആനകൾ നിത്യസങ്കേതമായിട്ട് ആ കൂട്ടമുണ്ട കാടിൽ തമ്പടിച്ചുകൊണ്ടിരിക്കുക. അതിന് തൊട്ടടുത്ത് തന്നെ മഹാവീർ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്, 150 ഏക്കർ കാട് മൂടിക്കിടക്കുക. അതിന് തൊട്ടടുത്ത് നിർമ്മല എസ്റ്റേറ്റ് ഉണ്ട്, ശ്യാമള എസ്റ്റേറ്റ് ഉണ്ട്, പുഷ്പ എസ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ 100 കണക്കിന് ഏക്കർ ഭൂമി കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് കൂട്ടമുണ്ട പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന, പണ്ട് അവരവരുടെ എസ്റ്റേറ്റ് ലേബേഴ്സിന് കൊടുത്തിരുന്ന ഒരു 3 ഏക്കർ ഭൂമിയാണ് ഇന്ന് കോൺഗ്രസ് ദുരന്തബാധിതർക്ക് വേണ്ടി ഏറ്റെടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ MLA നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമസഭാ ഇലക്ഷൻ അടുത്തത് കാരണം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി MLAയും അദ്ദേഹത്തിൻ്റെ സൈബർ പോരാളികളും പച്ചക്കള്ളം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ, നമുക്കറിയാം, ആ കുടുംബങ്ങളിൽ താമസിക്കുമ്പോൾ അതിൽ സ്ത്രീകളുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ടാവും, അതിൽ സ്ത്രീകളുണ്ടാവും. ഈ സ്ത്രീകളൊക്കെ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഒരിക്കലും ആ മെയിൻ റോഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് നടന്നു വരാൻ ധൈര്യപ്പെടില്ല. മാത്രമല്ല ആ വീടുകളിൽ കുട്ടികളുണ്ടാവും, കാരണം സ്കൂളിലും മദ്രസയിലും പോകുന്ന കുട്ടികൾ. ആ കുട്ടികൾ രാവിലെയും വൈകുന്നേരവും സ്കൂൾ കഴിഞ്ഞും സ്കൂളിലേക്ക് പോകുന്ന വഴികളിലൊക്കെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യപ്പെടുന്ന ഒരു ഭൂമിയല്ല. കാരണം ഈ റോഡിലൊക്കെ ഫെൻസിങ് ഉണ്ട്, ആനകൾ നിരന്തരമായിട്ട് ഇറങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ 2 തോട്ടം തൊഴിലാളികൾ മരണപ്പെട്ടത് പട്ടാപ്പകല, രാത്രി ഒന്നല്ല മരണപ്പെട്ടത്, പട്ടാപ്പകലാണ് 2 തോട്ടം തൊഴിലാളികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. ഈ സിദ്ദിഖ് എന്ന് പറയുന്ന കർഷകന് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതും പട്ടാപ്പകലാണ്. അപ്പോൾ ഇത് രാത്രിയിലുള്ള ശല്യമല്ല പറയുന്നത്, പകലുള്ള ശല്യമാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ എങ്ങനെ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പഠിക്കാൻ പോകുമെന്ന് കൂടി ഈ കോൺഗ്രസ് പറയണം. ഇത് ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കരുത്, സർക്കാരിൻ്റെ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല, നിങ്ങൾ വഞ്ചിതരാകുമെന്ന് പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ട്രോളുകൾ വന്നാലും, എത്ര വലിയ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വന്നാലും, ഈ ദുരന്തബാധിതരോട് ഈ സിദ്ദിഖ് MLAയും കോൺഗ്രസും ചെയ്യുന്ന ഈ വഞ്ചനക്കെതിരെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും ഇതിപ്പോൾ വൈദ്യുതി ഫെൻസിംഗ് ആണ്. ഇപ്പോൾ സമയം ഏതായാലും 5:30 മണിയാണ്. 6 മണി കഴിഞ്ഞാൽ ഈ വൈദ്യുതി ലൈൻ ഓണാകും. പിന്നീട് ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഇത് ഈ വീടിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാർ സ്ഥാപിച്ചതാണ്. കാരണം അത്രത്തോളം അധികം വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ദുരന്തബാധിതരെ കൊണ്ട് കോൺഗ്രസ് കുടിയിരുത്തുന്നത്. ഇത്
ഇത് ദുരന്തബാധിതരോടുള്ള അവഹേളനമെന്നാണ്, അവരെ വഞ്ചിക്കുക എന്നൊരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന ഗുരുതര ആരോപണം തന്നെയാണ് യുവജനതാദൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്.